ഞാൻ ഡോക്ടർ ടിഷ. നിദ്രിതൻ ആഴങ്ങളിൽ കണ്ട സ്വപ്നങ്ങളൊന്നും പുലരിതൻ ലോകത്ത് കണ്ടതേയില്ല ഞാൻ. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സഫലമാകാതെ പോയിട്ടുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും നമ്മൾ അവിടെ എത്തിച്ചേരാതെ പോയിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. നഷ്ടങ്ങളെയും സങ്കടങ്ങളെയും ഓർത്ത് വേദനിക്കുകയല്ലാണ്ട് നമ്മൾ അതിൻ്റെ കാരണം കണ്ടെത്താനായിട്ട് ആരും തന്നെ മുന്നോട്ട് പോവുകയില്ല. അങ്ങനെ കണ്ടെത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നേനെ. MA യൂസഫലി, സഞ്ജു സാംസൺ, സുരേഷ് പിള്ളെ, അങ്ങനെ ഇവരെ പോലെ ഒരുപാട് വ്യക്തികൾ അവരുടേതായ മേഖലയിൽ വിജയം കൈവരിച്ചിട്ടുള്ള വ്യക്തികളാണ്. എന്തുകൊണ്ട് അവർക്ക് വിജയിക്കാൻ സാധിച്ചു, നമുക്ക് വിജയം കൈവരിക്കാനും നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും സഫലമായില്ല എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരൊക്കെ ഫോളോ ചെയ്തിരുന്ന ആ ഒരു രഹസ്യം, ഇവരുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് അവർ ഫോളോ ചെയ്തിരുന്ന ആ ഒരു രഹസ്യം എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. ഓരോന്നായിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങൾ വിട്ടുപോകുന്നതും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് പാഷൻ എന്ന് പറയുന്നത്. പണ്ട് സന്തോഷ് കുളങ്ങര ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ പട്ടിണിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതാണ് നിങ്ങളുടെ പാഷൻ, അല്ലാണ്ട് എല്ലാം തികഞ്ഞതിന് ശേഷം നിങ്ങൾ ആഗ്രഹിച്ചുണ്ടാക്കിയെടുക്കുന്നതല്ല. തീർച്ചയായിട്ടും അത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ മോൾഡ് ചെയ്തെടുക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും അവിടെ ഒരു മടി വരില്ല. നമുക്ക് ആ ചെയ്യുന്ന ഒരു തടസ്സങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമ്മളത് വഴിയിൽ ഇട്ടെറിഞ്ഞു പോവില്ല. പാഷനും പ്രൊഫഷനും തമ്മിൽ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. കാര്യം പ്രൊഫഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടാതായാൽ നമ്മളത് ഇട്ടിട്ട് പോകും, വഴിക്ക് വെച്ച് നിർത്തിയിട്ട് പോകുന്ന ഒരു സംഭവമാണ്. കാര്യം നമ്മളത് താല്പര്യമില്ല, നമ്മൾ പൈസയ്ക്ക് വേണ്ടിയോ മറ്റെന്തിനോ വേണ്ടിയിട്ടോ ചെയ്യുന്ന ഒരു സംഭവമാണ്. പാഷൻ എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചാലും നമ്മുടെ ആ ഒരു ആഗ്രഹം ഏറ്റവും വലുതായിരിക്കും. നമ്മൾക്ക് എന്തൊക്കെ തടസ്സമുണ്ടെങ്കിലും നമ്മളത് നേടിയെടുത്ത് അത് കണ്ടിന്യൂ ചെയ്ത് ബിൽഡപ്പ് ചെയ്യാനായിട്ട് നമ്മൾ നല്ല രീതിയിൽ പരിശ്രമിക്കും. പണ്ട് എൻ്റെ ഒരു സുഹൃത്താണ് ഈ പാഷനും പ്രൊഫഷനും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അന്ന് അവൻ ഒന്നുമല്ലായിരുന്നു, പക്ഷേ അവൻ്റെ കയ്യിൽ ഒരു പാഷൻ ഉണ്ടായിരുന്നു. അതിലേക്ക് എത്തിപ്പെടാനായിട്ട് കഠിനമായിട്ട് പ്രവർത്തിച്ചു. ഈ ഒരു 10 വർഷത്തിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവൻ്റെ കരിയർ അവൻ ബിൽഡപ്പ് ചെയ്തു. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും എല്ലാവരും ഇത് തന്നെ ആയിരിക്കണം. നമ്മുടെ പാഷനിലേക്കാണ് നമ്മൾ കൂടുതൽ ബിൽഡപ്പ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നത് എങ്കിൽ നമ്മുടെ ആ ഒരു പ്രൊഫഷൻ പോലെ ഒരിക്കലും പാഷൻ നമ്മൾ നഷ്ടപ്പെടുത്തില്ല. ആ ഒരു ആഗ്രഹം വലുതാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും. സോ ഇതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യമാണ് ആദ്യം നമ്മൾ മോൾഡ് ചെയ്ത് ബിൽഡപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോക്കസ് ആണ്. നമ്മൾ ആ ആഗ്രഹിച്ച ഒരു പാഷനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക, എല്ലാ മേഖലകളെ പറ്റിയിട്ട് നമ്മൾ അറിയുക. എങ്കിലും നമ്മൾ ആ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പാഷൻ, ആ ഒരു രീതി നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അതിലേക്ക് പ്രവർത്തിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് നമ്മളെ പിന്നിൽ നിന്ന് വലിക്കും. നിനക്കത് പറ്റില്ല, നിന്നെ കൊണ്ട് അത് സാധിക്കില്ല, അതൊക്കെ വലിയ ആൾക്കാരുടെ ഒക്കെ പണിയാണ് എന്ന് പറയുമ്പോഴും അതൊക്കെ പിന്തള്ളിക്കൊണ്ട് 100 വട്ടം ചിന്തിക്കുക, ഇതെന്നെ കൊണ്ട് സാധിക്കും, ഇത് വിട്ട് ഞാൻ പോകില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോകുക. നമ്മളുടെ കൂടെ നമ്മൾ മാത്രമേ ഉള്ളൂ. അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷെ അവിടെ എത്തിപ്പെടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അത് നേടിയെടുക്കുക എന്ന ഉറച്ച മനോഭാവത്തോടു കൂടിയാണ് മുന്നോട്ട് പോകേണ്ടത്. 100 വട്ടം നിങ്ങളോട് തന്നെ ചോദിക്കുക, എനിക്കിത് തന്നെയാണോ എൻ്റെ ആഗ്രഹം, എനിക്ക് വേറെ ഒന്നും വിട്ടു പോകേണ്ടതില്ലല്ലോ എന്ന് നമ്മളോട് തന്നെയാണ് ചോദിക്കേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ അതിലേക്ക് മുന്നിട്ടിറങ്ങേണ്ടത്. ഇത് ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. പക്ഷെ നമ്മൾക്ക് ആ ഒരു സംശയം, നമ്മൾ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംശയമുള്ളപ്പോഴാണ് ഈ പിന്നിൽ നിന്ന് നമ്മളെ വലിക്കുന്നവരും അഭിപ്രായമൊക്കെ പറയുന്നവരുടെ വാക്ക് കേട്ടിട്ട് നമ്മളിത് വിട്ടു പോകുന്നത്. സോ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു പാഷൻ സെലക്ട് ചെയ്തിട്ട് അത് ഒരു 100% നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് ഫിക്സ് ചെയ്ത് വയ്ക്കുക. പാഷനായി അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിലേക്ക് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് കഠിനമായിട്ട് അതിലേക്ക് പരിശ്രമം നമുക്ക് അത്യാവശ്യമാണ്. കാര്യം നമ്മളാണിത് ചെയ്യേണ്ടത്, നേടിയെടുക്കുന്നത് നമ്മൾ ഒറ്റയ്ക്കാണ്. സോ വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് കുറഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ പല ആഗ്രഹങ്ങളിൽ നിന്നും വിട്ടുമാറി വരുന്നത്. ഈ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ ആഗ്രഹങ്ങൾ വലുതാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാനായിട്ട് നമ്മൾ കുറേ നല്ല രീതിയിൽ കഠിനമായിട്ട് പ്രയത്നിക്കേണ്ടി വരും. വീട്ടുകാർ കൊടുക്കുന്ന ആ തുച്ഛമായ കാശ് കൊണ്ട് ലൈബ്രറിയിൽ ഇരുന്ന് പഠിച്ചിട്ട് ആഗ്രഹിച്ച ജോലി നേടിയെടുത്ത ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരിക്കും നമ്മളിൽ പലരും. നമ്മുടെ ആ ഒരു കഷ്ടപ്പാട് നമ്മുടെ കൈകളിൽ ഒന്നുമില്ല എങ്കിൽ പോലും ഉള്ളത് കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ കഠിനമായി അധ്വാനിച്ചിട്ട്
പലതും നേടിയെടുത്തിട്ടുള്ളവർ തന്നെയായിരിക്കും. വലിയ വലിയ ഉയരങ്ങൾ എത്തിയില്ല എങ്കിലും നമ്മുടെ ആ ഒരു രീതിയിൽ നമ്മൾ ഉയർച്ച കൈവരിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ വളർന്നു വരുന്ന തലമുറയ്ക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് പുഷ് യുവർ സെൽഫ് ആണ്. സെൽഫ് മോട്ടിവേഷൻ വളരെ അത്യാവശ്യമാണ് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നേടിയെടുക്കാനായിട്ട്. കാര്യം നമ്മുടെ ചുറ്റിലുമുള്ളവർ ഒരുപാട് പേര് നമ്മളെ പിന്തിരിപ്പിക്കുന്നതും നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവായിട്ടുള്ള ആ ഒരു തോട്ട്സ് നമ്മളിലേക്ക് തരുന്നതാണ്. സോ അപ്പോൾ അത്തരം ഒരു അവസ്ഥയിൽ നമുക്ക് സെൽഫ് മോട്ടിവേഷൻ അത്യാവശ്യമാണ്. എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് ഇത് വിചാരിച്ചാൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള ആ ഒരു സെൽഫ് മോട്ടിവേഷൻ നമുക്ക് അത്യാവശ്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പല ആൾക്കാരും ഈ കണ്ണാടിയുടെ മുന്നിലൊക്കെ നിന്നിട്ട് സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന കഥകളൊക്കെ. അതൊക്കെ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊരു കൗതുകമായിട്ട് തോന്നും, എങ്കിലും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നവയാണ്. നമ്മുടെ കൂടെയുള്ളവർ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകും. സോ അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ ചുറ്റിലും ഇന്നുള്ളത് തന്നെ നമ്മളെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് തരുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. അത്തരം വാക്കുകൾ കേട്ടിട്ട് മനം തകർന്നിരിക്കാണ്ട് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. എങ്കിലേ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. സോ അത്തരം അവസ്ഥയിൽ ഈ ഒരു സെൽഫ് മോട്ടിവേഷൻ നിങ്ങൾ ബിൽഡപ്പ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഐഡിയാസ് ആണ്. നിങ്ങൾക്ക് ആ ഒരു നല്ലൊരു മാറ്റം നിങ്ങളുടെ ആ പോകുന്ന വഴികളിലൊക്കെ ഡിഫറെൻറ്റ് ഐഡിയാസ് തരാനായിട്ട് ഒരുപാട് ബുക്കുകൾക്കും പല പല വ്യക്തികൾക്കും സാധിച്ചെന്നിരിക്കും. നമ്മളെ മുന്നോട്ട് നയിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല നല്ല ബുക്സ് ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. അതൊക്കെ വായിക്കുമ്പോഴത്തേക്കും പുതിയ പുതിയ ഐഡിയാസും പുതിയ പുതിയ അറിവുകളൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ചില ആളുകളുണ്ട് നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മൾ എത്തിച്ചേരാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവരുമായിട്ടൊക്കെ ഐഡിയാസ് കണ്ടെത്തിയിട്ട് അത് നിങ്ങളുടെ ആ ഒരു പാഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. സിക്സ്ത് വൺ എന്ന് പറയുന്നത് ഇംപ്രൂവ് യുവർ സെൽഫ് ആണ്. നമ്മുടെ അറിവ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക. കാലം മാറുന്നിടത്തോളം തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് സംഭവിക്കുന്നുണ്ട്. എല്ലാത്തിനെയും പറ്റിയിട്ട് നമ്മൾ അറിയുക. നമ്മുടെ അറിവ് മോഡിഫൈ ചെയ്തെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പൊക്കെ നമുക്ക് നേടാനായിട്ട് ഒരുപാട് വഴികൾ ഇന്നുണ്ട്. സോ അതനുസരിച്ചിട്ട് നമ്മൾ ഇംപ്രൂവ് ചെയ്യുക, നമ്മുടെ അറിവ് അപ്ഗ്രേഡ് ചെയ്യുക. ഇനി സെവൻത്ത് വൺ എന്ന് പറയുന്നത് സെർവ് ആണ്. എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. നമുക്ക് കിട്ടുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. മറ്റുള്ളവരെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവരെന്നോട് ഇങ്ങനെ ചെയ്തു, ഇവൻ എന്നോട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്താണോ അത് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുക. ഇവർ ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ സ്വഭാവം അതിനനുസരിച്ചിട്ട് ഒരിക്കലും മാറ്റരുത്. ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന ആ ഒരു നല്ലതിന് നമുക്ക് നന്മ വേറെ എവിടെന്നെങ്കിലും കിട്ടുമായിരിക്കും. അതോർത്ത് നിങ്ങൾ ആരും പേടിക്കരുത്. നമ്മൾ സെർവ് ചെയ്യുക. നമ്മുടെ അറിവായാലും തന്നെ നമുക്ക് ഉള്ള രീതിയിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് അത് സെർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എയ്ത്ത് വൺ എന്ന് പറയുന്നത് പേഴ്സിസ്റ്റ് ആണ്. നമ്മുടെ ആ ഒരു ആഗ്രഹം എപ്പോഴും നമ്മൾ പേഴ്സിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കും. നമ്മുടെ ആഗ്രഹങ്ങളെ വിടാതെ മുറുകെ പിടിച്ചിരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. നല്ല രീതിയിൽ കഠിനമായിട്ട് പ്രയത്നിക്കേണ്ടി തന്നെയായിട്ട് വരും. അപ്പോൾ ഒരു ഫോണാണ് നമുക്ക് അത്യാവശ്യമെങ്കിൽ 1 വർഷം കൊണ്ട് നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ കുറേ കാലം കാത്തിരിക്കേണ്ടി വരും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പ്രതിസന്ധികൾ ഒക്കെ തരണം ചെയ്യേണ്ടതായിട്ട് വരും. ആ പോകുന്ന വഴികളിലൊക്കെ നമ്മൾ പിന്തിരിപ്പിക്കാനായിട്ടും ഒരുപാട് ആൾക്കാരുണ്ടാകും. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരും. പക്ഷെ നമ്മൾ പേഴ്സിസ്റ്റ് ആയിരിക്കാം. We should not give up and we should not allow the problem to defeat us. ഒരുപാട് ആൾക്കാർ ഇന്ന് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ ഒരുപാട് രാത്രികൾ ഉറക്കമൊഴിച്ചും കഠിനമായിട്ട് പ്രയത്നിച്ചിട്ട് തന്നെയായിരിക്കും ജീവിത വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഒറ്റ രാത്രി കൊണ്ട് ഒന്നും നേടിയെടുക്കാനായിട്ട് എനിക്കോ നിങ്ങൾക്കോ സാധിക്കില്ല. ഒരുപാട് രാത്രികളുടെ ആ ഒരു പരിശ്രമവും ഒരുപാട് നാളത്തെ കാത്തിരിപ്പും കൊണ്ട് തന്നെ ആയിരിക്കും നമ്മളെല്ലാം നേടിയെടുത്തിട്ടുണ്ടാവുക. സോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾ ഗീവ് അപ്പ് ചെയ്യരുത്. ഒറ്റ രാത്രി കൊണ്ടൊന്നും നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. ക്ഷമയോടുകൂടി കാത്തിരിക്കുക, കഠിനമായിട്ട് പ്രവർത്തിക്കുക. വിജയം നിങ്ങളുടെ കൈക്കുള്ളിൽ ഉടനെ തന്നെ എത്തും. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്